ഗോവയിലെ നൈറ്റ് ലൈഫ് അതൊരു അടിപൊളി അനുഭവം തന്നെയാണ് കേട്ടോ. അത് നിങ്ങളൊക്കെ എല്ലാവരും പോയിട്ടുണ്ടാവും എനിക്കറിയാം. എന്നാലും പോവാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് വിട്ടോ, അടിച്ച് പൊളിക്കാം. വാഗ ബീച്ചും അഞ്ജന ബീച്ചും ബട്ടർഫ്ലൈ ബീച്ചൊക്കെ ഇതാ സന്ദർശകരെ കാത്ത് ഒരുങ്ങിയിരിക്കുകയാണ്. ഗോവയിലെ സുന്ദരമായ കാഴ്ചകൾക്കപ്പുറം ഇവിടെ ഒരുപാട് ചതിക്കുഴികൾ, സ്കാമുകൾ ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ അതിലൊന്നും പോയി പെടാതെ ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലീൻ്റെ കൂടെയൊക്കെ അടിച്ചു പൊളിച്ച് ആസ്വദിക്കാൻ പറ്റിയ ഒരു ടൈമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറൊക്കെ ഇവിടുത്തെ സീസണാണ്. ഗോവ ശരിക്കും ഒരുങ്ങിയിട്ടുണ്ട്. ഗോവയിൽ എല്ലാവരും വരുന്നത് പ്രധാനമായും ഇവിടുത്തെ ബീച്ചും ഇവിടുത്തെ നൈറ്റ് ലൈഫൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയാണെങ്കിലും ഇവിടെ ഒരുപാട് നല്ല അഡ്വഞ്ചർ റൈഡ്സും വാട്ടർ റൈഡ്സ് ഉണ്ട് ഒരുപാട്. പിന്നെ ബുഞ്ചി ജമ്പിങ് ഉണ്ട്. പിന്നെ ഫോർട്ടുകളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല വേറെ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഗോവ. ഗോവയിലെ ബുഞ്ചി ജമ്പിങ്ങിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ടൈം കിട്ടുമ്പോൾ ഒന്ന് എടുത്ത് കാണണേ. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സുകളൊക്കെ കുറക്കാൻ വേണ്ടി ഇതുപോലുള്ള ട്രിപ്പുകൾ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 3-4 മാസങ്ങൾ ഗോവ ട്രിപ്പിന് ചൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ഓട്ടോ ചേട്ടന്മാരെയാണ്. അവർ വന്നിട്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും. പിന്നെ നമ്മുടെ കയ്യിലെ പൈസയൊക്കെ അടിച്ചു മാറ്റിയിട്ട് പോകാനുള്ള ഒരുപാട് കംപ്ലൈൻറ്റുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒറ്റയ്ക്ക് എവിടെയും പോവാതിരിക്കുക. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ പോവുക, അല്ല ഫാമിലിയാണെങ്കിൽ ഫാമിലീൻ്റെ കൂടെ തന്നെ പോവുക. ഒറ്റയ്ക്ക് എവിടെയും പോവാതിരിക്കുക. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയൊക്കെ സെറ്റാണ്. നല്ല അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഗോവ. നമ്മൾ ട്രെയിനിനാണ് വരുന്നതെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 റെയിൽവേ സ്റ്റേഷൻസ് മഡ്ഗോണും തിവിയുമാണ്. ഇവിടെ എവിടെ ഇറങ്ങിയാലും പ്രശ്നമില്ല, നമുക്ക് ഫുള്ളായിട്ട് ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് നമുക്ക് 4 വീലർ ആയാലും 2 വീലർ ആയാലും റെൻറ്റിന് അവൈലബിൾ ആണ്. 2 വീലറിന് 400ഉം 4 വീലറിന് 1600ഉമാണ് നമ്മളോട് വാങ്ങിയത്. അപ്പോൾ നമുക്ക് ഒറിജിനൽ ID കാർഡ് വേണം നമ്മുടെ കയ്യിൽ, ഡ്രൈവിംഗ് ലൈസൻസും വേണം. അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇവിടെ ഡ്രിങ്ക്സിനൊക്കെ വില കുറവാണെങ്കിലും മറ്റ് ഐറ്റംസിലൊക്കെ വില കൂടുതലാണ്. ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ബാർഗെയിൻ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി പാടുള്ളൂ. മാത്രമല്ല ഫുഡിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ്. നമ്മുടെ നാടുമായിട്ട് വെച്ച് നോക്കുന്ന സമയത്ത് റേറ്റ് കൂടുതലാണ്. ഫുഡ് അത്ര മോശമല്ല, എന്നാലും നമ്മുടെ നാട്ടിലത്ര. ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഒരുപാട് റേറ്റ് കൂട്ടിയിട്ടായിരിക്കും അവരിടുക. നമ്മൾ പരമാവധി ബാർഗെയിൻ ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ആവുന്ന റേറ്റിൽ മാത്രമേ നമ്മൾ വാങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വാങ്ങാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇപ്പോൾ സമയം 12:30-1 മണിയായി. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എല്ലാം കടകളൊക്കെ അടച്ച് എല്ലാവരും വീട്ടിൽ പോയി കിടന്നുറങ്ങേണ്ട സമയം തന്നെയാണ്. പക്ഷേ ഇവിടെ ഇതാ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ഇതാ പുറത്തു നിന്ന് വന്നിട്ട്, വിദേശികളുണ്ട്, കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരുണ്ട്. എല്ലാവരും ഇവിടെ നൈറ്റ് ലൈഫ് അടിച്ച് പൊളിക്കുകയാണ്.
അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ബായ്.